പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ മുൻപാകെ അർപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി അർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് കഴിഞ്ഞ നാളിൽ നമ്മെ അനുഗ്രഹിച്ച എല്ലാ വിധങ്ങൾക്കുമായി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ തിരുവചനം കേട്ടുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി ഭാഗമാണ് ഈ ആഴ്ചയിൽ. തീർച്ചയായിട്ടും ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയിലുള്ളതായ ഒരു ഫാമിലിയാണ്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. അവരുടെ കുടുംബജീവിതം, ആത്മീക ജീവിതം, അവരുടെ ജോലി, അവരുടെ ഭവനത്തിന്റെ പണി എല്ലാം കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനായി എല്ലാ പ്രിയപ്പെട്ടവരും ആ കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു. 16-ാം അധ്യായത്തിൽ കാണുന്നു, പൗലോസ് 2ാം മിഷണറി യാത്ര തുടർന്നു. താൻ തുടങ്ങിയത് എവിടേക്കാണെന്നറിയാമോ? കഴിഞ്ഞ പ്രാവശ്യം കല്ലേറ് കൊണ്ടതുകൊണ്ട് ലുസ്ത്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് 2ാം മിഷണറി യാത്രയിൽ ഞാൻ പോകുന്നതല്ല. അങ്ങനെയാണോ പറഞ്ഞേ? അല്ല. പൗലോസ് പറഞ്ഞ് 1ാം മിഷണറി യാത്രയിൽ ഞാൻ കല്ലേറ് കൊണ്ടത് വെറുതെ അല്ല കേട്ടോ. ഞാൻ കല്ലേറ് കൊണ്ടത് അവിടെ ഒരുവനെ എഴുന്നേൽപ്പിക്കേണ്ടതിനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആരാണെന്നറിയാമോ? ആമേൻ. ഒരു യവനായന്റെ മകനും യഹൂദ സ്ത്രീയുടെ മകനുമായ തിമോത്തിയോസ് എന്ന് പറയുന്ന ഒരു യൗവനക്കാരനെ എഴുന്നേൽപ്പിക്കേണ്ടതിന് വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. അതേ, ചരിത്രകാരന്മാർ പറയുന്നത് ഒരു പക്ഷേങ്കിൽ അവൻ്റെ അപ്പൻ മരിച്ചു പോയിരിക്കാം. അവൻ്റെ അമ്മയാകുന്ന യൂനിക്കയും അവൻ്റെ വല്യമ്മയാകുന്ന ലോവിസ് മാത്രമായിരിക്കാം അവനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ചിട്ടയിൽ അവർ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് അവൻ വളർന്നു വരികയായിരിക്കാം. പക്ഷേ അവർ പറയുന്നതെല്ലാം കേട്ട് തിമോത്തിയോസ് എന്ത് ചെയ്തു? നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. വചനം പറയുന്നത് ഇങ്ങനെയാണ്, ലുസ്ത്ര, ദർബ ദേശങ്ങളിലെല്ലാം അവനെക്കുറിച്ച് നല്ലൊരു സാക്ഷ്യമുണ്ടായിരുന്നു. പൗലോസ് അങ്ങോട്ട് കടന്നു വന്നപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം കല്ലേറ് കൊണ്ടതല്ലേ, എങ്ങനെ ഇരിക്കുന്നു എന്ന് കരുതി ആ ലുസ്ത്രയിലേക്ക് തന്നെ ഒന്ന് വന്നു. നമ്മളാണെങ്കിലോ ഒരു പ്രാവശ്യം പ്രതികൂലമുണ്ടായാൽ പിന്നെ ആ ഏരിയയിലേക്ക് എന്ത് ചെയ്യല, പോകുകയില്ല. ഒരു പ്രാവശ്യം ഒരു വീട്ടിൽ ചെന്ന് സുവിശേഷം പറയുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലെന്ന് നമ്മുടെ ഒരിക്കൽ അവർ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ നമ്മളോടുള്ള ആ പ്രതികരണത്തിൽ എന്തെങ്കിലും തോന്നിയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ആ വീട്ടിൽ പോലും പോകത്തില്ല. എന്നാൽ പൗലോസ് അങ്ങനല്ല കേട്ടോ. പൗലോസ് വീണ്ടും അവിടേക്ക് തന്നെ ചെന്നു. പ്രൈസ് ദി ലോർഡ്. കാരണം അവിടെ ഒരുവനുണ്ട്. ആമേൻ. പൗലോസിന്റെ ശരീരത്തേക്ക് ഓരോ കല്ലും വന്ന് ഏറുകൊണ്ട് പൗലോസ് പിടഞ്ഞു വീണ് പ്രാണനെ വെടിയുന്ന സമയം തൻ്റെ അരിക്കൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന തിമോത്തിയോസ് ഇങ്ങനെ ചിന്തിച്ച് കാണും. ഞാൻ എൻ്റെ ഭാവനയെ പറയുക, ഈ പൗലോസ് ഞങ്ങളുടെ സ്ഥലക്കാരനല്ല. ഇവൻ ആരാണ്? ഇവൻ യെരുശലേംകാരനാ. പ്രൈസ് ദി ലോർഡ്. തർസോസുകാരനാ. ഇവൻ എന്തിനാ ഇവിടെ വന്ന് ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് കല്ലേറ് കൊണ്ടത്? അങ്ങനാണെങ്കിൽ എനിക്ക് എൻ്റെ സ്വദേശത്തൊന്ന് എഴുന്നേറ്റുകൂടെ? കർത്താവിന് വേണ്ടി ഒന്ന് എഴുന്നേറ്റുകൂടെ? കർത്താവിന് വേണ്ടി കല്ലേറ് കൊള്ളുവാൻ, കർത്താവിന് വേണ്ടി സുവിശേഷം പ്രസംഗിക്കുവാൻ, കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ എൻ്റെ സ്വന്തം ദേശത്ത് എനിക്കൊന്ന് എഴുന്നേറ്റുകൂടെയോ? പൗലോസിൻ്റെ ആമേൻ അതേ ആ ജീവിത മാതൃക തിമോത്തിയോസിലേക്ക് പകരപ്പെട്ടു. തിമോത്തിയോസ് എഴുന്നേറ്റു. പൗലോസ് 2ാം മിഷണറി യാത്ര ചെയ്ത് ആദ്യം ചെല്ലുന്ന തിമോത്തിയോസിനെ കണ്ടുമുട്ടുന്നത്. പ്രൈസ് ദി ലോർഡ്. തിമോത്തിയോസിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തൻ്റെ കൂടെ താൻ ചേർത്തുകൊണ്ടു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വൽക്കാലം ദൈവജനമേ, പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുക, നീ എവിടെയെങ്കിലും പോയി ഒരു ചെറിയ വാക്കെങ്കിലും കർത്താവിന് വേണ്ടി നിന്ന് സഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിനക്കൊരാത്മാവുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കാരണം ഒരു പണ്ഡിതൻ ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്, സാധാരണ വിശ്വാസികളെ നേടുന്നതിന് പൗലോസ് അധികം വിലയൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുവനെ നേടുവാൻ പൗലോസ് ശക്തമായി വില കൊടുത്തവനാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കാരണം സാധാരണ ഒരു വിശ്വാസിയെ നയിക്കുന്നത് പോലെ അല്ല കർത്താവിൻ്റെ ഒരു വേലക്കാരൻ മുൻപോട്ട് വന്നാൽ. ആമേൻ. ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേരിൽ ഒരു വ്യക്തി ഇന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചാൽ ആ ഒരു വ്യക്തിയിലൂടെ അനേക ആയിരങ്ങൾ കർത്താവിനെ അറിഞ്ഞു
പണിഞ്ഞുകൊണ്ടിരിക്കും. അനേകായിരങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കും. അനേക രാജ്യങ്ങളില്, അനേക പട്ടണങ്ങളില്, അനേക ഗ്രാമങ്ങളില്, അനേക വനങ്ങളില്, അനേക ദ്വീപുകളില് സ്വർഗം അവനെ ഉപയോഗിക്കുവാനിടയായി തീരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ആമേൻ, ഒരുവൻ കർത്താവിന് വേണ്ടി എഴുന്നേറ്റാൽ, വേലയ്ക്ക് വേണ്ടി എഴുന്നേറ്റാൽ അതിന് വില കൊടുത്തേ മതിയാകുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ലുസ്ത്രയിൽ നിന്ന് പൗലോസ് എന്ത് ചെയ്യുന്നു? അടുത്ത യാത്ര ചെയ്ത് ആസ്യയിൽ പോകരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കി. പക്ഷേ ഒരു കാര്യം, വിലക്കിയ പരിശുദ്ധാത്മാവ് അടങ്ങിയിരുന്നില്ല. ഒരു ദർശനം കൊടുത്തു പൗലോസിന്. എന്താണെന്നറിയാമോ? മക്കദോന്യക്കാരൻ ഒരു പുരുഷൻ നിന്ന് സഹായത്തിനായി വിളിക്കുന്നതായി ഒരു ദർശനം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്നെ ദൈവാത്മാവ് ചിലതൊക്കെ വിലക്കി അങ്ങ് ഇരുത്തുവല്ല, അടുത്ത വഴി നിനക്ക് വേണ്ടി കർത്താവ് തുറക്കും. പൗലോസ് മക്കദോനിയ പുരുഷൻ വിളിക്കുന്നത് കണ്ടപ്പോൾ ആ കർത്താവ് എന്നെ മക്കദോനിയയിലേക്ക് വിളിച്ചിരിക്കുന്നു എന്ന് പൂർണ്ണമായി മനസ്സിലാക്കി എന്ത് ചെയ്തു? മക്കദോനിയയിലേക്ക് യാത്ര ചെയ്തു. മക്കദോനിയയുടെ പ്രധാന പട്ടണമായ ഫിലിപ്പിയയിൽ ചെന്നു. അവിടെ റോമക്കാർ കുടിയേറി പാർക്കുന്നതായ വലിയൊരു നഗരമായിരുന്നു, വലിയൊരു പട്ടണമായിരുന്നു. ആ പട്ടണത്തിൽ ചെന്ന് പൗലോസ് അവിടെ ഇങ്ങനെ ചുറ്റി നടന്ന് നോക്കുകയാ. എവിടെയെങ്കിലും പ്രാർത്ഥനാ സ്ഥലമുണ്ടോ? ആരെങ്കിലും പ്രാർത്ഥിക്കുന്നത് എവിടെങ്കിലും ഉണ്ടോ? ചെന്നൊന്ന് അവരുടെ ഒരിക്കൽ ചെന്നൊന്ന് പ്രാർത്ഥിക്കാമെന്ന് കരുതി പൗലോസ് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് പുഴവക്കത്ത് കുറച്ച് സ്ത്രീകൾ കൂടിയിരിക്കുന്ന കണ്ട് പൗലോസ് അവരുടെ ഇടയിൽ എന്ത് ചെയ്തു? സുവിശേഷം പ്രസംഗിച്ചു. സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ഇതാ പൗലോസ് കാണുന്നു, കർത്താവ് ഒരുവളുടെ ഹൃദയത്തെ തുറക്കുന്നു. അവൾ ആ പട്ടണക്കാരി അല്ല, അവൾ തുയൈത്തേര പട്ടണക്കാരിയാണ്. അവൾ അവിടെ ബിസിനസ്സുമായി വന്നവളാണ്. അവളുടെ ജോലി രക്താംബരം വിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു. പൗലോസിന്റെ പ്രസംഗം അവളുടെ ഹൃദയത്തിലേക്ക് കയറി ചെന്നു. അവൾ കർത്താവിൽ വിശ്വസിക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിൻ്റെ വചനം അവളുടെ ഉള്ളിൽ നിറഞ്ഞപ്പോൾ അവൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചു. അവൾ കർത്താവിനെ സ്വീകരിച്ചു. ദൈവ പൈതലെ, അവൾ കർത്താവിൻ്റെ ദാസന്മാരെ അവളുടെ ഭവനത്തിലേക്ക് വിളിച്ചു. അവർക്ക് വേണ്ട ശുശ്രൂഷ ചെയ്തെങ്കിൽ അവിടം കൊണ്ട് അവളുടെ പേര് തീർന്നെങ്കിലും അവളുടെ പട്ടണത്തിന്റെ പേര് അവിടം കൊണ്ട് തീർന്നില്ല. അവളെ കുറിച്ച് വചനം പറയുന്നത് അവൾ തുയൈത്തേര പട്ടണക്കാരത്തി എന്നാണ്. തുയൈത്തേര പട്ടണത്തെ കുറിച്ച് പിന്നീട് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് എവിടാണെന്ന് അറിയാമോ? ആമേൻ. വെളിപ്പാട് പുസ്തകത്തിലായി എഴുതി വെച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ പറയുന്നു, തുയൈത്തേര സഭയോട് എനിക്കൊരു ദൂത് പറയുവാനുണ്ട്. നിന്റെ വിശ്വാസം, നിന്റെ സ്നേഹം, നിന്റെ സഹിഷ്ണുത, നിന്റെ പ്രവൃത്തി ഇതെല്ലാം ഞാൻ അറിയുന്നു. എന്നാൽ നിന്നിൽ ചില മാലിന്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. ആമേൻ. ലുദിയായിൽ കൂടി വന്ന നല്ല വിശ്വാസവും നല്ല ജീവിത മാതൃകയും എല്ലാം നഷ്ടപ്പെട്ടു പോയി. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മാലിന്യം നിന്റെ ഇടയിലേക്ക് കയറി വന്നു. സഭയിൽ വ്യഭിചാരം കയറി വന്നു. ദുർനടപ്പ് സഭയിൽ കയറി വന്നു. കർത്താവിന്റെ ആത്മാവ് വ്യക്തമായി പറഞ്ഞു, സഭയോട് പറയുക, തുയൈത്തേര സഭയെ ഞാൻ നിന്നെ ന്യായം വിധിക്കും. നീ അതുകൊണ്ട് മാനസാന്തരപ്പെട്ടുകൊള്ളുക, മാനസാന്തരപ്പെട്ടുകൊള്ളുക, മാനസാന്തരപ്പെട്ടുകൊള്ളുക. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, തുയൈത്തേര സഭ എന്ന് പറയുന്ന ഒരു സഭയുണ്ടാകാൻ കാരണം പൗലോസിന്റെ രണ്ടാം മിഷണറി യാത്രയിൽ ഫിലിപ്പിയയിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരു ലുദിയ അല്ലേ? അങ്ങനെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഈ മിഷണറി യാത്രയിൽ 1, 2, 3 മിഷണറി യാത്രയിൽ വ്യക്തമായി പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. അവിടെയുള്ള മാന്യ സ്ത്രീകളൊക്കെയും പൗലോസിനോട് ചേർന്ന് നിന്നു, കർത്താവിൻ്റെ വേലയ്ക്ക് ചുമല് കൊടുത്തു. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ കർത്താവ് കൊണ്ടുവന്നിരിക്കുന്ന ചില മാന്യ സ്ത്രീകളുണ്ട്. നിങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് കണ്ടിരിക്കുകയാണ്. നിങ്ങളെ കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ കൂടി വന്ന മാന്യ സ്ത്രീകളുടെ ആമേൻ, കർത്താവ് നിങ്ങളെ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നീ ഇന്ന് നിൽക്കുന്നത് ഒരു പട്ടണത്തിലായിരിക്കും, പക്ഷേ സ്വർഗം മറ്റൊരു പട്ടണത്തിൽ നിന്നെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നീ ഇന്ന് പാർക്കുന്നത് ഒരു രാജ്യത്തായിരിക്കും, പക്ഷേ സ്വർഗം നിന്നെ മറ്റൊരു രാജ്യത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. നീ ഇന്ന് ഒരു വീട്ടിലായിരിക്കും പാർക്കുന്നത്, സ്വർഗം നിന്നെ മറ്റൊരു വീട്ടിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പൽക്കാലം കർത്താവിന്റെ വചനം കേട്ട് കർത്താവിന്റെ സന്നിധി കടന്നു വന്ന എല്ലാ മാന്യ സ്ത്രീകൾക്കും കർത്താവിന്റെ വചനത്തിന്റെ ദൂതുണ്ട്. നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ നിന്ന് പൗലോസ് പോകുന്നത്
യാത്ര ചെയ്തു പോകുമ്പോൾ, പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുമ്പോൾ, കുറച്ച് ദിവസങ്ങളായി പൗലോസിനോട് ദൂത് പറയുന്ന ഒരു സഹോദരി. അവളെക്കുറിച്ച് ബൈബിൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, വെളിച്ചപ്പാടത്തി. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സാക്ഷിക്കുന്നവളുടെ പേരും അവളുടെ വ്യാപാരവും അവളുടെ സ്ഥലപ്പേരും തൊട്ട് മുകളിൽ നമ്മൾ വായിച്ചു. ലുദിയ, തുയേത്തര പട്ടണക്കാരുത്തി, രക്താംബരം വിൽക്കുന്നവള്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം എടുത്താലേ നിനക്കൊരു ഐഡന്റിഫൈ ഉണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിനക്കൊരു അഡ്രസ് ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. നിനക്കൊരു മാന്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ തൊട്ട് താഴെ പറയുന്നു അവളുടെ പേരില്ല, ഒന്നുമില്ല, വെളിച്ചപ്പാടത്തി. അവൾ എന്ത് ചെയ്യുന്നു? പൗലോസിന്റെ നേരെ നടന്ന് ദൂത് പറയുക. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പൗലോസ് മുഷിഞ്ഞ് അവളെ എന്ത് ചെയ്തു? ശാസിച്ചു. അവളിലുള്ള ഭൂതം വിട്ടുപോയി കഴിഞ്ഞപ്പോൾ, അവളെ കൊണ്ട് ലാഭം വരുത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ലാഭം പോയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ദേശത്ത് വലിയൊരു പ്രശ്നം സൃഷ്ടിച്ച് എന്ത് ചെയ്തു? ഈ ദാസന്മാരെ രണ്ടുപേരെയും കോൽ കൊണ്ടടിപ്പിക്കുവാൻ തക്കവണ്ണം, ആമേൻ, അവരുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി അവരെ കോൽ കൊണ്ടടിപ്പിച്ച് അവരെ കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ കൊണ്ടുപോയി അവരെ ആമത്തിലിട്ട് പൂട്ടുവാനിടയായിത്തീർന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നു, ഞാൻ 1 കുറയെ 39 അടി 5 പ്രാവശ്യം കൊണ്ടു. 5 പ്രാവശ്യം അടി കൊണ്ടതാ പൗലോസ്. അടി കോലും കൊണ്ട് അടിക്കുമ്പോൾ അവർ ചെയ്യുന്നത് എന്താന്ന് ചോദിച്ചാൽ, ആദ്യമേ വസ്ത്രം ഉരിഞ്ഞു മാറ്റും. വസ്ത്രത്തിൻ്റെ പുറത്തൊന്നുമല്ല അടിക്കുന്നത്, വസ്ത്രം ഉരിഞ്ഞു മാറ്റിയിട്ട് ആ ശരീരത്തിന്മേലാണ് കോൽ കൊണ്ട് അടിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനാണെങ്കിൽ അടിച്ച് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു, അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു, അവരെ കോൽ കൊണ്ട് അടിച്ചു, അവരെ കാരാഗ്രഹത്തിലാക്കി, അവരുടെ കൈകാലുകൾ ആമത്തിലിട്ട് പൂട്ടി. കാരാഗ്രഹ പ്രമാണിയോട് പറഞ്ഞു, വളരെ വളരെ സൂക്ഷ്മത്തോടെ ഇവരെ നോക്കിക്കൊള്ളണം. കാരണം പട്ടണത്തിൽ ഇവർ വലിയ അത്ഭുതങ്ങൾ ചെയ്തവരാ. കാരാഗ്രഹത്തിൻ്റെ അകത്ത് അത്ഭുതം നടക്കാൻ സാധ്യതയുണ്ട്. ആ ആലോചന ശരി തന്നെ ആയിരുന്നു. ആമേൻ. കാരണം കാരാഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കാണുന്നതായ നല്ല ജയിലൊന്നുമല്ല. പാറകൾ തുരന്ന് പാറയ്ക്കകത്തുണ്ടാക്കിയതാണ് കാരാഗ്രഹം. മാത്രമല്ല അതിനകത്ത് വെളിച്ചമില്ല. അതുകൊണ്ട് ആ കാരാഗ്രഹ പ്രമാണി പൗലോസിന്റെ ശീലാസിന്റെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കുന്നത്, യജമാനന്മാരെ, വെളിച്ചം ഉണ്ടോ? വെളിച്ചം കൊടുക്കേണ്ടവൻ കാരാഗ്രഹ പ്രമാണിയാ. അവനിപ്പം വന്ന് പൗലോസിനോടും ശീലാസിനോടും ചോദിക്കുക, വെളിച്ചം ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെങ്കിൽ ആമേൻ, അവരുടെ ചിന്തകളെയെല്ലാം തെറ്റിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവം കാരാഗ്രഹത്തിനകത്തൊരത്ഭുതം ചെയ്തു. ആമേൻ. എന്താ ചെയ്തെന്നറിയാമോ? വെളിച്ചം വേണ്ടവർക്ക് കർത്താവ് അതിനകത്ത് വെളിച്ചം കൊടുത്തു. ആമേൻ. ആമത്തിന്റെ ആമേൻ, അതെ, ബന്ധനങ്ങൾ അഴിയേണ്ടവരുടെ എല്ലാം ബന്ധനങ്ങൾ അഴിഞ്ഞു മാറി. ചങ്ങല അഴിയേണ്ടവരുടെ എല്ലാം ചങ്ങല അഴിഞ്ഞു മാറി. നിത്യജീവൻ വേണ്ടവർക്കെല്ലാം നിത്യജീവൻ കർത്താവ് നൽകി. ആമേ. കാരാഗ്രഹത്തിനകത്ത് ഒരത്ഭുതം കർത്താവിന് ചെയ്യുവാനുണ്ടായിരുന്നെങ്കിൽ മക്കോദോനിയക്കാരനായ പുരുഷൻ വന്ന് സഹായിക്കാന്ന് പൗലോസേ, നീ കണ്ട ദർശനം തെറ്റിപ്പോയില്ല. അത് കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലാണ് നടക്കുന്നത്. അതിനുവേണ്ടി നീ ചില അടികൾ കൊള്ളേണ്ടതായി വന്നു, നീ കഷ്ടം സഹിക്കേണ്ടതായി വന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ആത്മാക്കളെ നേടുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം പൗലോസ് പറയുന്നുണ്ട്, നീതിയുടെ കിരീടം കർത്താവ് എനിക്കായി വെച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസന്മാർ ഇടയെ ശ്രേഷ്ഠ ചെയ്യുന്നവർ ഇടയന്മാരെല്ലാം പറയും, ഞങ്ങൾക്ക് കർത്താവ് തേജസ്സിന്റെ വാടാത്ത കിരീടം തരും. കർത്താവിൽ വിശ്വസിക്കുന്ന ഏതൊരു ദൈവ പൈതലിനും കർത്താവ് ജീവകിരീടം ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നീ ഒരു വേലയും ചെയ്തില്ലെങ്കിലും, നീ ഒരു പ്രവർത്തനവും ചെയ്തില്ലെങ്കിലും, കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനമേറ്റ് വിശുദ്ധ ജീവിതം നയിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും കർത്താവ് ഒരുക്കിയിരിക്കുന്നതാണ് ജീവകിരീടം. പ്രൈസ് ദി ലോർഡ്.
എന്നാൽ ഇടയ ശ്രേഷ്ഠന്മാർക്ക് കർത്താവ് തേജസ്സിന്റെ വാടാത്ത കിരീടം കൊടുക്കും. അപ്പോൾ പൗലോസ് പറയുകയാണ്, ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണാഞ്ഞത് കൊണ്ട്, ആമേ, ഞാൻ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട്, ആമേ, കല്ലേറിന്റെ മുൻപിൽ നിന്നു കൊടുത്തത് കൊണ്ട്, ആമേ, കോലിനാൻ അടിക്ക് വേണ്ടി ഞാൻ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട്, ആമേ, ഞാൻ നിന്നകളുടെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ട്, ഞാൻ കാരാഗൃഹത്തിൽ ഏൽപ്പിക്കപ്പെട്ടത് കൊണ്ട്, ആമേ, സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നു. അതെ, പൗലോസിന് പറയുവാനുണ്ട്, എനിക്ക് മാത്രമല്ല അവങ്കൽ പ്രിയം വെച്ച ഏവർക്കുമുള്ളതാ, ഏവർക്കുമുള്ളതാ. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവവൈതലേ, കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ ദൈവമാണ്. നീ കർത്താവിന് വേണ്ടി നിന്ന് സഹിച്ചിട്ടുണ്ടോ? നീ കർത്താവിന് വേണ്ടി ഒറ്റപ്പെട്ടിട്ടുണ്ടോ? ആമേ, നിന്റെ ഭവനത്തിൽ നീ കണ്ണുനീരോടെ ആയിരുന്നിട്ടുണ്ടോ? ഉറങ്ങുവാൻ കഴിയാഞ്ഞ രാത്രിയുടെ യാമങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി സ്വർഗം കിരീടങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേ, സ്വർഗീയ കിരീടങ്ങൾ നിനക്ക് വേണ്ടി, തേജസ്സിന്റെ കിരീടങ്ങൾ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ കിരീടങ്ങൾ നിനക്ക് വേണ്ടിയുള്ളത് മാത്രമാണ്. അത് മറ്റൊരുവനുള്ളതല്ല, അത് മറ്റൊരു സ്ത്രീക്കുള്ളതല്ല, അത് മറ്റൊരു വ്യക്തിക്കുള്ളതല്ല. സ്വർഗം നിനക്ക് വേണ്ടി തന്നെ ഒരുക്കിയതാണ്. അതെ, നമുക്ക് പിന്നീട് കാണുവാൻ കഴിയുന്നു, പൗലോസ് അവിടെ നിന്ന് യാത്ര ചെയ്തു പോകുന്നത് തെസ്സലോനിക്കയിലാണ്. അവിടെ ഭക്തിയുള്ള കുറെ യഹൂദന്മാരെ കണ്ടു. അവരുമായി കുറച്ച് ദിവസങ്ങൾ അവിടെ പാർക്കുവാൻ പൗലോസ് ഇടയായി. അവിടെ നിന്ന് താൻ അടുത്തതായി കടന്നു പോകുന്നത് 17:1 പറയുന്നത് തെസ്സലോനിക്ക. അടുത്ത 17:10 പറയുന്നു ബെരോവയിലേക്ക് പോയി. ഈ ബെരോവയിൽ ചെന്നപ്പോൾ പൗലോസിനൊരു കാര്യം മനസ്സിലായി. അവിടെയും നല്ല മാന്യവരായ ചില വ്യക്തികളെ കണ്ടുമുട്ടി. അവർ കർത്താവിൻ്റെ വചനം അനുസരിച്ചു പൗലോസിനോട് ചേർന്നു. പക്ഷേ തെസ്സലോനിക്കക്കാരേക്കാൾ ബെരോവയിലുള്ളവർ ഉത്തമന്മാരായിരുന്നു. അങ്ങനൊരു സാക്ഷ്യം പൗലോസ് എടുത്തു പറയുവാനിടയായി തീർന്നു. കാരണം തെസ്സലോനിക്കക്കാർ വചനം പ്രസംഗിക്കുന്നത് കേട്ടിട്ട് ബൈബിൾ തുറക്കുകയോ നോക്കുകയോ വീട്ടിൽ ചെന്ന് വായിക്കുകയോ ഒരു പേപ്പർ എടുത്ത് പേന എടുത്ത് അതൊന്ന് എഴുതി വെക്കുകയോ പിന്നീട് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയോ ധ്യാനിക്കുകയോ അതങ്ങനെ തന്നെയാണോ എന്നൊന്ന് നോക്കുകയോ ഒന്നും തെസ്സലോനിക്കക്കാർ ചെയ്തിട്ടില്ല. പൗലോസ് കുറച്ചാൾ അവരുടെ ഇടയിൽ പാർത്തതാണല്ലോ. അപ്പോൾ പൗലോസിന് അവരുടെയൊക്കെ ജീവിത രീതി കുറേയൊക്കെ മനസ്സിലായി. പക്ഷേ ബെരോവയിൽ വന്നപ്പോൾ പൗലോസ് കാണുന്ന ഒരു വ്യത്യാസം, പൗലോസ് എന്ത് പറഞ്ഞു തുടങ്ങിയാലും ഉടനെ തന്നെ ഇവരെന്ത് ചെയ്യും? ആ പേപ്പർ എടുക്കും, പേന എടുക്കും, വേഗം അതെല്ലാം കുറിച്ച് വെക്കും, ബൈബിൾ തുറക്കും, നോക്കും. അതങ്ങനെ തന്നെയാണോ? അങ്ങനെ തന്നെയാണോ? ദിനം പ്രതി തിരുവചനത്തെ അങ്ങനെ തന്നെയാണോ എന്ന് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പരിശോധിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ സുവിശേഷ ഘോഷണത്തിൽ അനേക പാരമ്പര്യ സാമുദായിക സംഘടനകളിലുള്ളവരെ നമ്മൾ കാണാറുണ്ട്. പക്ഷേ ദൈവവചനവുമായി ജനത്തിന് അഭേദ്യമായ ഒരു ബന്ധമുണ്ടാക്കി കൊടുക്കണം നമ്മൾ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കുറേ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചു പോകുന്നവരല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ തിരുവചനം അത് അങ്ങനെ തന്നെയോ തെളിയിച്ചു കൊടുക്കണം, കാണിച്ചു കൊടുക്കണം, ജനത്തിന് ബോധ്യമാക്കി കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതെ, നമുക്ക് മടങ്ങി വരാം. അടുത്തതായിട്ട് പൗലോസ് പോകുന്നത് എവിടേക്കാണെന്ന് അറിയാമോ? അതെ, പിന്നീട് പോകുന്നത് അഥേനയിലാണ് പൗലോസ് പോകുന്നത്. നമുക്കറിയാം, അഥേനയിൽ ചെന്നപ്പോൾ അനേക ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നതായി പൗലോസ് കണ്ടു. പൗലോസ് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം അഥേനയിൽ കൂടിയെല്ലാം ഇങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ പൗലോസിന് ഒരു കാര്യം മനസ്സിലായി. ഈ ബിംബങ്ങളുടെ എല്ലാം മുകളിൽ ഒരു തലക്കെട്ട് കാണുന്നു, അജ്ഞാത ദേവൻ. ഈ പൗലോസിന് കുറേ തത്വജ്ഞാനമൊക്കെ അറിയാവുന്നത് കൊണ്ട് പൗലോസ് എന്ത് ചെയ്തെന്നറിയാവോ? അവിടെ ഇരുന്ന് ഇങ്ങനെ മനസ്സിലാക്കിയെടുത്ത് ഇവരുടെ കാര്യങ്ങളെല്ലാം പഠിച്ചെടുത്തിട്ട് പൗലോസ് എന്ത് ചെയ്തെന്നറിയാവോ? ഇവരുടെ അരികെ ചെന്നിട്ട് പയ്യെ പ്രസംഗിക്കാൻ തുടങ്ങി. ഈ അഥേനയിലുള്ളവർ അവർക്ക് പുതുമയായി എപ്പോഴും ആഗ്രഹം. എന്തെങ്കിലും ഒരു പുതിയ കാര്യം അവർക്ക് കിട്ടണം. ഏതെങ്കിലും ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവർ കേട്ടിരിക്കും. അത് അവർക്ക് വലിയ ഇഷ്ടം അഥേനക്കാർക്ക്. അങ്ങനെയാണെങ്കിൽ പൗലോസിനൊരു കാര്യം മനസ്സിലായി. ഇതുവരെ ഇവർ കേൾക്കാത്ത ഒരു കാര്യം ചെന്ന് ഞാൻ എന്ത് ചെയ്യാം? ഇവരുടെ ഇടയിൽ ചെന്ന് പറയാം. അത് ഇവരിൽ തന്നെ അങ്ങോട്ട് തുടങ്ങാം.
ഇവരുടെ അജ്ഞാത ദേവനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. പൗലോസ് അങ്ങോട്ട് ചെന്ന് അരയോപ കുന്നിന്മേൽ നിന്നും കൊണ്ട് പ്രസംഗിക്കുവാൻ തുടങ്ങി. അഥേന പുരുഷന്മാരെ, സഹോദരന്മാരെ, നിങ്ങളുടെ ഇവിടെ കാണുന്നതായ ഈ അജ്ഞാത ദേവൻ എന്ന് പറയുന്ന ഈ വേദിക്കലുണ്ടല്ലോ, ഇത് നിങ്ങൾ പറയുന്നുവെങ്കിലും അജ്ഞാത ദേവൻ ദേവൻ എന്ന് പറഞ്ഞാലും നിങ്ങൾ അറിയാത്ത ഒരു വ്യക്തി, അതെ, പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ അവിടെ വെളിപ്പെടുത്തി കൊടുത്തിട്ട് പറയുക, ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരാം ആരാണ് ഈ അജ്ഞാത ദേവൻ. നിങ്ങൾ നാളുകളായി ഈ അജ്ഞാത ദേവനെ ആരാധിച്ചു വരികയല്ലേ, ഈ അജ്ഞാത ദേവന് നിങ്ങൾ പൂജ ചെയ്തു വരികയല്ലേ, പക്ഷേ ഈ അജ്ഞാത ദേവൻ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പൗലോസ് പ്രസംഗിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ തിരുവചനം പ്രസംഗിച്ച് ആമേൻ പൗലോസ് ക്രിസ്തുയേശുവിൽ കൂടിയുള്ള സുവിശേഷം അറിയിച്ചു കഴിഞ്ഞപ്പോൾ അഥേനക്കാർ വലിയൊരു കൂട്ടം പൗലോസിന്റെ വചനം കേട്ട് വിശ്വസിച്ച് കർത്താവിൽ വിശ്വസിപ്പാനിടയായി തീർന്നു. ആമേൻ. ദൈവജനമേ, നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നത് പൗലോസിന്റെ മിഷണറി യാത്രയിൽ താൻ പല സ്ഥലങ്ങളിൽ പോകുന്നു, പല രാജ്യങ്ങൾ നടക്കുന്നു, പല ഭാഷക്കാരുടെ ഇടയിൽ ചെല്ലുന്നു, പല ജാതിക്കാരുടെ ഇടയിൽ ചെല്ലുന്നു. പക്ഷേ തൻ്റെ സുവിശേഷത്തെ കുറിച്ചുള്ള അവരോടുള്ള സമീപനം പല രീതിയിലായിരുന്നു. എല്ലായിടത്തും ഒരേ രീതിയിലല്ല. നമുക്ക് ചില വാസിയില്ലേ, ഞാൻ എല്ലായിടത്തും ഒരേ രീതിയിലേ പറയത്തുള്ളൂ, എല്ലായിടത്തും ഒരേ രീതിയിലേ പ്രസംഗിക്കത്തുള്ളൂ. പറ്റത്തില്ല, അത് പരാജയമാ. പ്രൈസ് ദി ലോർഡ്. എവിടെ കടന്നു ചെല്ലുന്നോ ആ ജനത്തെ പഠിക്കുക, അവരുടെ സംസ്കാരം പഠിക്കുക, അവരുടെ ആചാര രീതികൾ പഠിക്കുക. അത് പഠിച്ചിട്ട് അതിൽ നിന്ന് തുടങ്ങിയാണ് പൗലോസ് എന്ത് ചെയ്യുന്നത്, സുവിശേഷത്തിലേക്ക് കയറി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, നാം കടന്നു ചെല്ലുന്ന പല രാജ്യങ്ങളിൽ കടന്നു ചെല്ലുന്നു, പല സംസ്കാരങ്ങളുടെ ഇടയിൽ നമ്മൾ കടന്നു ചെല്ലുന്നു, പല ഭാഷക്കാരുടെ നടുവിൽ നാം കടന്നു ചെല്ലുന്നു. പക്ഷേ നമ്മൾ സുവിശേഷം പ്രസംഗിക്കേണ്ടത് അവർക്ക് വിശ്വസിക്കാവുന്ന രീതിയിലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം നാം കാണുന്നു അഥേനയിൽ നിന്ന് പൗലോസ് പോകുന്നത് എവിടേക്കാണെന്നറിയാമോ? കൊരിന്തിലേക്കാണ് വരുന്നത്. കൊരിന്തിൽ വരുമ്പോൾ പൗലോസ് അവിടെ കുറേ നാൾ പാർത്ത് സുവിശേഷം പ്രസംഗിച്ചു. നല്ല ഒരു കൂട്ട യഹൂദന്മാർ കർത്താവിൽ വിശ്വസിച്ചു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടുത്തെ പള്ളി പ്രമാണിയാകുന്ന പള്ളിയോട് ചേർന്ന് തൊട്ടടുത്ത വീടിരിക്കുന്നതെന്ന് വചനം എഴുതി വെച്ചിരിക്കുന്നു. ക്രിസ്പോസ് എന്ന് പറയുന്നതായ ഒരു പള്ളി പ്രമാണി പൗലോസിനോട് ചേർന്ന് സുവിശേഷം വിശ്വസിപ്പാനിടയായിത്തീർന്നു. പക്ഷേ അവിടെ ബാക്കി ഭാഗം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറയുക, പൗലോസേ, നീ ഈ കൊരിന്ത് വിട്ട് പോകരുത് കേട്ടോ, ഈ കൊരിന്തിൽ എനിക്ക് അനേകരുണ്ട്. അങ്ങനെ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട് പറയണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നു ഈ ക്രിസ്പോസും കുടുംബവും കർത്താവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ, പള്ളിയോട് തൊട്ട് ചേർന്നിരിക്കുന്ന വീടാണ്, കർത്താവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വലിയൊരു പ്രശ്നം നേരിട്ടു. അങ്ങനെ നേരിട്ട് കഴിഞ്ഞപ്പോൾ പൗലോസ് മനസ്സിൽ വിചാരിച്ച് കാണും, ഞാൻ എൻ്റെ ഭാവനയിൽ പറയുക, പൗലോസ് മനസ്സിൽ വിചാരിച്ച് കാണും, എന്തായാലും ഇനി ഈ കൊരിന്തിലെ നിപ്പധികം പന്തിയല്ല, കൊരിന്തിൽ നിന്ന് എന്ത് ചെയ്തേക്കാം, വേഗം യാത്ര പുറപ്പെട്ടേക്കാം എന്ന് പൗലോസ് വിചാരിച്ച് വേണമെങ്കിൽ താൻ യാത്ര ഒരുങ്ങിക്കാണും. അന്ന് രാത്രിയിൽ കർത്താവ് പൗലോസിന്റെ അരികിൽ ഇറങ്ങി വന്നു. പൗലോസിനോട് പറയാ, പൗലോസേ, നീ ഭയപ്പെടരുത്, ഈ കൊരിന്തിൽ എനിക്ക് അനേകരെ നേടുവാനുണ്ട്, അനേകര് കർത്താവിൽ വിശ്വസിക്കുവാനുണ്ട്. നീ ഭയപ്പെടരുത്, നിനക്കൊരു ദോഷവും സംഭവിക്കുകയില്ല, നിനക്കൊരു ദോഷവും ഉണ്ടാകുകയില്ല, നിന്നെ ആരും ഉപദ്രവിക്കുകയില്ല എന്ന് വ്യക്തമായി കർത്താവ് പൗലോസിനോട് പറഞ്ഞെങ്കിൽ ആമേൻ, പരിശുദ്ധാത്മാവ് നമ്മളോടും പറയുന്നത്, നീ ആമേൻ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട്, പ്രതികൂലങ്ങൾ കണ്ടുകൊണ്ട് ആമേൻ ഇവിടം വിട്ടു പോകാമെന്ന് നീ ചിന്തിക്കുന്ന അതേ മണ്ഡലത്തിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നത്. ദൈവാത്മാവ് നിന്നോട് ഇടപെടുന്നത്, ദൈവാത്മാവ് നിന്നോട് സംസാരിക്കുന്നത്, ദൈവം നിന്നെ ശക്തീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു, കൊരിന്തിൽ കർത്താവിന് വേണ്ടി അനേകരെ നേടുവാൻ പൗലോസിന് കഴിഞ്ഞെങ്കിൽ നമ്മളോടും ദൈവം പറയുന്നു, നമ്മളെ അയക്കുന്നിടത്ത് പ്രതികൂലമുണ്ടായിരിക്കാം, അതേ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, കഷ്ടത ഉണ്ടായിരിക്കാം, പക്ഷേ കർത്താവ് പറയുന്നു, നീ ഉറച്ചു നിൽക്കുക,
നീ ഉറച്ചു നിൽക്കുക. കർത്താവിന് വേണ്ടി അനേകരെ നേടുവാൻ അവിടെയുണ്ട്. ഈ പട്ടണത്തിൽ അനേകരെ നേടുവാനുണ്ട്. നീ പാർക്കുന്ന ദേശത്ത് അനേകരെ നേടുവാനുണ്ട്. നീ പാർക്കുന്ന പട്ടണത്തിൽ കർത്താവിന് വേണ്ടി അനേകരെ നേടുവാനുണ്ട്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നീ കർത്താവിന് വേണ്ടി അതേ ധീരമായി നിൽക്കേണ്ടതുണ്ട്. അങ്ങനെ പൗലോസ് എന്ത് ചെയ്തെന്നറിയാമോ? അവിടെ നിന്ന് താൻ അതേ 1.5 വർഷം അവിടെ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തു. കർത്താവ് തനിക്ക് ദർശനം കൊടുത്തു കഴിഞ്ഞപ്പോൾ യാത്ര പുറപ്പെടുവാൻ ഉത്സാഹിച്ചിരുന്ന പൗലോസ് പിന്നെ 1.5 വർഷം അവിടെ താമസിച്ചു, കർത്താവിൻ്റെ വേല ചെയ്തു. അങ്ങനെ താൻ കർത്താവിൻ്റെ വേല ചെയ്തതിന് ശേഷം താൻ യാത്ര തിരിച്ച് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. അങ്ങനെ 2ാം മിഷണറി യാത്ര കഴിഞ്ഞ് വീണ്ടും കർത്താവിൻ്റെ ദാസൻ പൗലോസ് ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആഗ്രഹിച്ചു, എന്തായാലും അനേക സഭകൾ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപിച്ചിട്ടുണ്ട്, അവിടെയെല്ലാം വീണ്ടും എന്ത് ചെയ്യാം, ഒന്നുകൂടെ ഒന്ന് കടന്നുപോയി എങ്ങനെയുണ്ട് സഭകൾ, എങ്ങനെയുണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ ഒന്ന് അറിയാമെന്ന് കരുതി പൗലോസ് 3ാം മിഷണറി യാത്ര ആരംഭിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തന്റെ 1ാം മിഷണറി യാത്ര ആരംഭിക്കുന്നത് AD 46-48 കാലയളവിലാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 2ാം മിഷണറി യാത്ര ആരംഭിക്കുന്ന 49-52 കാലയളവിലാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പിന്നെയും പെട്ടെന്ന് തന്നെയാണ് താൻ എന്ത് ചെയ്തത്, തൻ്റെ 3ാം മിഷണറി യാത്ര ആരംഭിക്കുന്നത്. നമ്മളാണെങ്കിൽ പറയും, കുറേ അടിയൊക്കെ കൊണ്ടതല്ലേ, കുറേ കല്ലേറൊക്കെ കൊണ്ടതല്ലേ, ശരീരമൊക്കെ ഒന്ന് സുഖമായിട്ട് മതി ഇനി അടുത്ത യാത്ര. കുറച്ച് പച്ചയൊക്കെ വെച്ച് ശരീരമൊക്കെ ഒന്ന് പച്ച വെച്ച് പുഷ്ടി വെച്ചിട്ടൊക്കെ അടുത്ത യാത്രയാവട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കും. പക്ഷേ പൗലോസിന് അങ്ങനെ തീരുമാനിക്കാൻ സമയമില്ലായിരുന്നു. പൗലോസിന്റെ ദർശനത്തിന്റെ മുൻപിൽ പൗലോസ് വേഗതയിൽ ഓടിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് തനിക്ക് മുൻപിലുള്ള ഓട്ടം താൻ അത് ദ്രുതഗതിയിൽ ഓടി തീർക്കുവാൻ താൻ വെമ്പൽ കൊണ്ടു. ആമേൻ. ആത്മാവ് തന്നെ ക്ഷേമിച്ചു കൊണ്ടിരുന്നു. ആത്മാവ് തന്നെ ക്ഷേമിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനനുസരിച്ച്, പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്കനുസരിച്ച് താൻ വീടോ മറ്റുള്ളവരെയോ ഒന്നും നോക്കാതെ പൗലോസ് തന്റെ യാത്ര ഓടിക്കൊണ്ടിരുന്നു. ആമേൻ. 3ാം മിഷണറി യാത്ര താൻ ആരംഭിച്ചു. താൻ യാത്ര ചെയ്ത് താൻ പോകുകയാണ്. താൻ എഫെസോസിലേക്ക് കടന്നു പോകുന്നു. അവിടെ വന്ന് നമുക്കറിയാം, ആമേൻ, അവിടെ അർത്തമിസ് മഹാദേവിയുടെ ആമേൻ ക്ഷേത്രമുള്ളത് കൊണ്ട് അവിടെ വലിയൊരു പ്രശ്നം ഉൾക്കൊള്ളുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദേശത്തിലുള്ളവരെല്ലാം, എഫെസോസ് പട്ടണക്കാരെല്ലാം പൗലോസിനെതിരെ എഴുന്നേറ്റു. ഇവൻ നമ്മുടെ ദേവിക്കെതിരെ ജനത്തെ തിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ വലിയൊരു കലഹമുണ്ടാകുവാനിടയായി. എന്നാൽ അവിടെ നിന്നൊക്കെ പൗലോസ് അത്ഭുതകരമായി രക്ഷപ്പെട്ട് താൻ തൻ്റെ യാത്ര, താൻ കടന്നുപോയ എല്ലാ സഭകളിലും സഞ്ചരിച്ച് താൻ തൻ്റെ യാത്ര അവസാനിപ്പിക്കുകയാണ്. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നൽകിയ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അങ്ങയുടെ പ്രത്യേകാലുള്ള വിളിയും അഭിഷേകവും പകരുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തിനു വേണ്ടി ഓടുവാൻ, അധ്വാനിക്കുവാൻ, അങ്ങയുടെ നാമത്തെ ഘോഷിക്കുവാൻ തന്റെ ജനത്തെ കർത്താവ് അഭിഷേകം ചെയ്യുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ പിതാവേ, അങ്ങയുടെ വലിയ കൃപ തന്റെ ജനത്തിന്റെ മേൽ പകരുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവരെ കുടുംബമായി അനുഗ്രഹിക്കുമറങ്ങണം. അവരുടെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ, ഓസ്ട്രേലിയയുടെ മണ്ണിൽ നിന്റെ കുഞ്ഞുങ്ങൾ മാനിക്കപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ, അവർ ആത്മീകമായി ഭൗതികമായി ഉയർത്തപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ധാരാളമായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിന്റെ കെട്ടുപണികളെല്ലാം സ്വർഗം ചെയ്തെടുക്കുമറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രിയ ദൈവജനമേ, ഒരിക്കൽ കൂടി യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. അതേപോലെ തന്നെ ഞാൻ ഈ ഓഗസ്റ്റ് മാസത്തിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കും. ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കേണ്ടതിനായി നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. അതേപോലെ തന്നെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നെ വിളിച്ചറിയിക്കുക. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.